നമസ്തേ ഗംഗാമയാണ്. ഇതിനകത്തൊരു സ്പെൽ വർക്ക് ഉള്ളത് എന്താണെങ്കിൽ, നിങ്ങളോട് ആവശ്യമില്ലാതെ എപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡോ, മക്കളോ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരോ, അതായത് അമ്മയോ, അച്ഛനോ, മാതാപിതാക്കളോ, അമ്മായിയമ്മയോ ആരാവട്ടെ, നിങ്ങൾക്ക് എതിരെ എപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും എപ്പോഴും വഴക്ക് കൂടിക്കൊണ്ടിരിക്കണം, വെറുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കണം, നിങ്ങളെന്നെ മാനസികമായിട്ട് വാക്കുകളെ കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കണ വ്യക്തിയെ നിങ്ങൾക്ക് നിശബ്ദമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പെൽ വർക്കാണ് ഇത്. ഇതാരും ഉപദ്രവിക്കാനൊന്നല്ല. പിന്നെ ഗംഗാമ്മ ഇത് എന്താ പറയുക, അന്ധവിശ്വാസം അടിച്ചമർത്തുമെന്നല്ല, അടിച്ചേൽപ്പിക്കുകയല്ല നിങ്ങളിലേക്ക്. അടിച്ചമർത്തലല്ല, അടിച്ചേൽപ്പിക്കലല്ല നിങ്ങളിൽ. ഇത് ആർക്കും ഉപദ്രവമില്ലാത്ത ഒരു ചെറിയൊരു സ്പെൽ വർക്ക്. എന്നാൽ ആ സ്പെൽ വർക്ക് നിങ്ങൾക്ക് മനസ്സമാധാനം തരും ചെയ്യും. അത്തരമൊരു സ്പെൽ വർക്കാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു ഗ്ലാസ് ബൗൾ വേണം. അതായത് ഒരു ഗ്ലാസ് ജാറ്, ബൗളല്ല ജാറ് വേണം, മൂടിയുള്ളത്. പിന്നെ ചുമന്ന മുളക് വേണം, പടികാരം വേണം, കറുത്ത ഉപ്പ് വേണം, കസകസ വേണം. ഇതെല്ലാം കൂടി വേണം ട്ടോ. പിന്നെ കുറച്ച് വിനാഗിരി, കുറച്ച് വെള്ളവും. അപ്പോൾ ഞാൻ ഇത് ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പുകൾ പറഞ്ഞു തരാം, വൺ ബൈ വൺ ആയിട്ട്. ആദ്യം ആ വ്യക്തിയുടെ പേരും അവരുടെ പെരുമാറ്റ രീതിയും നിങ്ങൾ ഒരു ബ്രൗൺ പേപ്പറിൽ ആലോചിക്കുക, ശ്രദ്ധിക്കുക. ബ്രൗൺ പേപ്പറിലാണ് എഴുതേണ്ടത് ആ വ്യക്തിയുടെ പെരുമാറ്റ രീതിയും പേരും. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ബ്രൗൺ പേപ്പർ എടുത്തിട്ട് എഴുതണം. അല്ലെങ്കിൽ ഒറ്റ ബ്രൗൺ പേപ്പറിൽ എല്ലാം കൂടി എഴുതി വെക്കരുത്. അത് കഴിഞ്ഞിട്ട് ആ ആ, എഴുതിയ ആ ബ്രൗൺ പേപ്പർ ഒരു ജാറ്, അതായത് ഗ്ലാസ് ജാറിലേക്ക് ഇടുക. അതിൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ ചുമന്ന മുളക് ഇടണം, പടികാരം ഇടണം, കറുത്ത ഉപ്പിടണം, കസകസ ഇടണം. ഇതെല്ലാം ഇടുമ്പോൾ പറയേണ്ട ഒരു അഫർമേഷൻ ഉണ്ട്. എപ്പോഴും എന്നോട് ദേഷ്യപ്പെടുന്ന വ്യക്തി ഇപ്പോൾ നിശബ്ദമാകട്ടെ. ഞാൻ തീരുമാനിക്കുന്നിടത്ത് നിൽക്കട്ടെ കാര്യങ്ങൾ. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എനിക്ക് ആ വ്യക്തിയോട് വൈരാഗ്യമില്ല, വേദനയോ വെറുപ്പോ ഇല്ല. ഞാൻ തിരിച്ചടിക്കുന്നില്ല. എൻ്റെ സംരക്ഷണത്തിനായി മാത്രം സമാധാനം നിലനിൽക്കട്ടെ. മറ്റെല്ലാം ബ്രഹ്മാണ്ടം തീരുമാനിക്കട്ടെ. ഈ ഒരു അഫർമേഷനോട് കൂടിയിട്ട് വേണം നിങ്ങൾ അതെല്ലാം സാധനങ്ങളെല്ലാം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നിറച്ചതിന് ശേഷം അതിലേക്ക് വിനാഗിരിയും വെള്ളം കൂടിയിട്ട് ചേർത്തിട്ട് ആ ബൗൾ അതായത് ഗ്ലാസ് ജാറ് ഫുള്ളാക്കുക. അതായത് നിറഞ്ഞിരിക്കണം. അതിന് ശേഷം അതിലൊരു തുണി വെച്ചിട്ട് മേലെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ മൂടി വെച്ചിട്ട് ആ മൂടി ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിൽ നിന്ന് ആ ദൂരേക്ക് വേറെ എവിടെയെങ്കിലും വേണം ആ ബൗൾ കൊണ്ടുവയ്ക്കാൻ. നിങ്ങൾ അടുത്തൊന്നും വെക്കരുത്. നിങ്ങൾ കിടക്കണ റൂമിൽ വെക്കരുത്. അതുപോലെ തന്നെ കുട്ടികൾ തട്ടി പൊട്ടിക്കുന്നിടത്തൊന്നും വെക്കരുത്. അവർ കാണാത്ത രീതിയിൽ നിങ്ങളിൽ നിന്ന് അകറ്റി വയ്ക്കുക. ഏകദേശം 1 മാസം നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി. അതായത് പ്രത്യേകിച്ച് അമാവാസിക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അഷ്ടമിക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത്. ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഇതാർക്കും ഉപദ്രവമില്ലാത്ത ഒരു സ്പെൽ വർക്കാണ്. നന്ദി, നമസ്തേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.